ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഈദ് ഹോളിഡേയ്സ് ആയതുകൊണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ദുബായിക്ക് പോവാണ്. അതിൻ്റെ ഇടയ്ക്കൊന്ന് കാറ് നിർത്തി ചായ കുടിക്കുകയാണ്. രാവിലെ കഴിക്കാത്തവർ ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചു. ഞങ്ങൾ പോകുന്നത് ദുബായിലുള്ള മംസാർ പാർക്കിലും മംസാർ ബീച്ചിലുമാണ്. ഫസ്റ്റ് ഞങ്ങൾ പാർക്കിലാണ് പോകുന്നത്. എല്ലാവരെയും കുറേ നാളിന് ശേഷം കണ്ടുമുട്ടിയ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ പരസ്പരം സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ചേട്ടന്മാർ ഞങ്ങൾക്ക് പായൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് തന്നു. ഞങ്ങൾക്ക് ഒരു ഇരിക്കാനും റിലാക്സ് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ. ടെമ്പറേച്ചർ ചൂടായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ശ്രീകുട്ടൻ ആ സമയത്ത് ഒരു വാട്ടർമെലൺ ജ്യൂസൊക്കെ പ്രിപ്പയർ ചെയ്തു. കാരണം ആ ക്ലൈമറ്റിന് കുറച്ചും കൂടെ അനുയോജ്യമാണ്. കാരണം വാട്ടർമെലൺ എപ്പോഴും തണുപ്പാണല്ലോ. ഫ്രണ്ട്സുമായിട്ടുള്ളൊരു ഗ്യാതറിംഗ് ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് നമ്മുടെ മക്കളാണ്. കാരണം അവരെപ്പോഴും ഫ്ലാറ്റിനകത്തിലിരിക്കുകയാണ്. അച്ഛനും അമ്മയും രാവിലെ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, വല്ലപ്പോഴും ഒന്ന് പാർക്കിൽ പോയാലേ. പക്ഷേ ഇങ്ങനെ ഗ്യാതറിങ് വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മക്കൾ, അപ്പോൾ അവരെല്ലാവരുമായിട്ട് കളിക്കാൻ ഭയങ്കര ഹാപ്പിനെസ്സാണ്. നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറുതാണ് മൊട്ട, ലിജേഷ് ചേട്ടൻ്റെ മോനാണ്. ഫുഡ് ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചേട്ടന്മാരാണ്. കാരണം അവർ ഓൾറെഡി ചിക്കനൊക്കെ മേടിച്ച് ഗാർണിഷൊക്കെ ചെയ്തുകൊണ്ടാണ് വന്നത്. അപ്പോൾ ബാർബിക്യൂവിന് വേണ്ടിയുള്ള സെറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ അവർ സെറ്റ് ചെയ്യുന്നുണ്ട്, ചാർക്കോൾ അങ്ങനെ തീയൊക്കെ പിടിപ്പിക്കുന്നുണ്ട്. പണ്ട് കാലത്തെ അമ്മമാരും ഒക്കെ നമ്മുടെ പുകയൊക്കെ കുഴൽ വെച്ചായിരുന്നു ഊതിക്കൊണ്ടിരുന്നത്. ഇവിടെ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പുതിയൊരു കണ്ടുപിടുത്തം നടന്നിട്ടുണ്ട്, ബ്ലോവർ. അപ്പോൾ ചെറിയൊരു ഹാൻഡ് ബ്ലോവർ ഉണ്ട്. അത് പുള്ളി മേടിച്ചാൽ പുള്ളിയുടെ ഇതിനപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ തീക്കകത്തിൽ അടിച്ചിട്ട് എളുപ്പമാണെന്നും പറഞ്ഞ് തീ ഇങ്ങനെ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അത് ബ്ലോവർ അടിച്ച് ഭയങ്കര പ്രഷറാണ് ആ സാധനത്തിന്. കുറച്ച് യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. ഗ്രില്ലൊക്കെ ചെയ്യുമ്പോൾ നല്ലതാണ് ആ സാധനം. അവരിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ബാർബിക്യൂൻ്റെ ലൊക്കേഷൻ മാറി വേറെ ലൊക്കേഷനിലോട്ട് പോകണമെങ്കിൽ ഇവിടെ ചെയ്യുന്നത് ശരിയല്ല, വേറെ ലൊക്കേഷനിലോട്ട് പോകാമെന്ന് പറഞ്ഞു. പിന്നെ രണ്ട് ചേട്ടന്മാർ ടെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിള്ളേർക്കെല്ലാം അതൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് പോലെ ഫീൽ ചെയ്ത് അതിനകത്തിലെല്ലാവരും കൂടി ഇരുന്ന് കളിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നമ്മൾ സ്റ്റിൽസൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ നോക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഫോണും കൊണ്ട് നടക്കുമ്പോൾ ഓരോരുത്തർ വീഡിയോയ്ക്ക് ഒന്ന് പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറയും ആക്സിഡൻ്റലായിട്ട് പോസ് ചെയ്തതാണെന്ന്. പിന്നെ ബാർബിക്യൂ ഒക്കെ സെറ്റായി നമുക്ക് കൊണ്ടു തന്നു. ആദ്യം നമ്മൾ മക്കൾക്കാണ് ഫുഡ് കൊടുത്തത്. ഞാനിങ്ങോട്ട് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് സന്ധ്യ ചേച്ചിയുടെ മക്കൾ മടി കിടക്കുന്നത്. മക്കൾ എത്ര വലുതായാലും അമ്മമാർക്ക് ചെറുതല്ലേ. പിന്നെ നമ്മുടെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു, അവരവരുടെ വാഹനങ്ങളിൽ കൊണ്ടുവച്ചു. ഇത് നമ്മളിനി അടുത്ത പോകുന്ന ബീച്ചിലോട്ടാണ്. ഞാൻ ഇതിൻ്റെ ഒരു വലിയ വ്ളോഗ് ഇട്ടിട്ടുണ്ട്, എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണണം. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ ബൈ, സി യു.